അതായത് സാർ പറയണത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഒരു ജോലി നമുക്ക് കിട്ടി, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അവർ തീർന്നു. കാരണം പിന്നെ അവർക്ക് കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കണം എന്നോ അല്ലെങ്കിൽ കൂടുതൽ പഠിക്കണം എന്നോ ആരും ചിന്തിക്കാറില്ല. കാരണം ആ നിൽക്കുന്നത് എന്താണ്, എത്തിപ്പെട്ടത് എന്താണ്. ഇപ്പൊ കുറച്ച് പഠിച്ച് ഒരു ടീച്ചറായി, ഒരു TTCയോ അല്ലെങ്കിൽ BEd ഒക്കെ കഴിഞ്ഞ് ടെറ്റൊക്കെ എടുത്ത് ടീച്ചറായി കഴിഞ്ഞാൽ അവർക്ക് അത് മതി. കാരണം ഇനി ജീവിതകാലം മുഴുവനും അത് തന്നെ ആയി എന്നാണ് എല്ലാവരുടെയും ചിന്ത. ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് ആരും ചിന്തിക്കാറില്ല. പൊതുവെ ജോലിക്കാരും അങ്ങനെ ചിന്തിക്കാത്ത ഒരു കാര്യം. സ്വപ്നങ്ങളില്ലാണ്ടല്ല, അവർക്ക് എത്രയാണോ കിട്ടുന്നത് അതിൽ പരിമിതപ്പെട്ടുകൊണ്ടാണ് ആ സ്വപ്നങ്ങളെ അവർ നിയന്ത്രിച്ചു വെച്ചിരിക്കുന്നത്. അതെ, അങ്ങനെ നിയന്ത്രിച്ചു വെച്ചിരിക്കണം. അപ്പൊ അതെ, നിയന്ത്രിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ കാര്യത്തിൽ നിന്ന് വലിയ സ്വപ്നങ്ങൾ കാണാൻ ഞാൻ ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു സ്വയം ചിന്ത കൊണ്ടായിരിക്കാം അങ്ങനെ. പക്ഷെ ഞാൻ ചിന്തിച്ചത് അതിൽ നിന്ന് കുറച്ചുകൂടെ വേറിട്ടാണ്. കാരണം ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഇപ്പൊ ഒരു അധ്യാപികയാണ്, അതിന്റെ ഒരു സാലറി ലഭിക്കുന്നുണ്ട്. പക്ഷെ അത്രയും മാത്രം എനിക്ക് പോരാ. കാരണം സമൂഹത്തിൽ ഈ ഒരുപാട് ആളുകൾ അതിനേക്കാൾ ഉയർച്ചയിൽ ജീവിക്കുന്നുണ്ട്. ഒരുപാട് സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നേടിയെടുത്തുകൊണ്ട് തന്നെ ജീവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് എനിക്കത് പറ്റുന്നില്ല? അപ്പൊ ഞാൻ ചിന്തിച്ചപ്പോ എനിക്ക് കിട്ടുന്ന ഒരു ഇൻകം വെച്ച് മാത്രം അത് അത്തരത്തിലൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ എനിക്ക് പറ്റില്ല. മറ്റൊന്നുകൂടി കണ്ടെത്തണം. അപ്പൊ കണ്ടെത്തുക എന്നുള്ളത് ഇത് തന്നെയാണ്. അതായത് കയ്യിൽ കിട്ടുന്നത് കൊണ്ട് അതിൽ നിന്ന് ഒരു നീക്കിയിരിപ്പ് വെച്ചുകൊണ്ട് ഒരു അസറ്റിനെ ക്രിയേറ്റ് ചെയ്യാം. അധികം ആളുകളും ചെയ്യാത്തൊരു കാര്യം അത് തന്നെയാണ്. കാരണം കിട്ടുന്നതിനെ മൊത്തമായി ഒരു മാസം ഫുള്ളായി ജീവിച്ച് തീർക്കുക. അപ്പൊ അവർക്ക് നെക്സ്റ്റ് മന്ത് ആവുമ്പോൾ കിട്ടുന്നത് അതുപോലെ തന്നെ ജീവിച്ച് തീർക്കാനേ ഉള്ളൂ. അതിൽ നിന്ന് ഒരു അസറ്റിനെ ക്രിയേറ്റ് ചെയ്യാനോ ഒരു നീക്കിയിരിപ്പോ ഇല്ല. അപ്പൊ അങ്ങനെ ജീവിച്ച് മുഴുവനാക്കി തീർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ആളുകൾ ജോലി ചെയ്ത് സ്ഥിരമായ ഒരു നിശ്ചിത വരുമാനം കിട്ടുന്ന എല്ലാവരും ചെയ്തു പോരുന്ന ഒരു കാര്യം. അപ്പൊ മാക്സിമം ആ ഒരു മാസം കിട്ടുന്നത് കൊണ്ട് കുടുംബം ജീവിക്കുക. അതോടൊപ്പം തന്നെ എന്തൊക്കെ എന്റർടൈൻമെന്റ് അവർക്ക് എടുക്കാൻ പറ്റോ അത് മുഴുവൻ എന്റർടൈൻമെന്റ് ചെയ്യുക, ടൂർ പോവുക, മാക്സിമം ഷോപ്പിംഗ് ചെയ്യുക, സിനിമ പോവുക, കുട്ടികൾക്ക് ആവശ്യമുള്ളതൊക്കെ അപ്പോൾ തന്നെ അങ്ങനെ അത് തീർന്നു പോയി. എക്സാമ്പിൾ ആയിട്ട് 50,000 രൂപ ശമ്പളമുള്ള ഒരാൾക്ക് ഇൻക്രിമെന്റ് 10,000 കൂടുതൽ 60,000 കിട്ടിയാലും അതിനനുസരിച്ച് ചെലവ് ഒരു കൂട്ടും. അതെ, എന്ന് ഇത് തന്നെ അവസ്ഥ അല്ലെ. ഒരു ബാലൻസ് വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആപത്ഘട്ടം വന്നാലൊന്നും ചെലവാക്കാൻ പണം ഉണ്ടാവില്ല. ആ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിപ്പോയി, അങ്ങനെ സെറ്റ് ആയിപ്പോയി. പക്ഷെ ഇവിടെ ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കുറച്ച് നമ്മൾ കഷ്ടപ്പെട്ടാലും കുറച്ചൊന്ന് മിച്ചം പിടിച്ചാലും നമുക്ക് ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ അത്രയും ഒരു സഫറിങ് ഉണ്ട് നമുക്ക്. ആ സഫറിങ് പീരീഡ് കഴിയുന്ന ഒരു സമയത്ത് നല്ലൊരു അസറ്റിനെ ക്രിയേറ്റ്, അതിൽ നിന്ന് കറക്റ്റ് ആയിട്ട് ഒരു ഇൻകം ജനറേറ്റ് ചെയ്ത് കിട്ടാം. അങ്ങനെ കിട്ടുമ്പോൾ ഈ പറഞ്ഞ സഫറിങ്ങിന്റെ ഒരു മറ്റൊരു അവസ്ഥ, കാരണം ലാവിഷായിട്ട് ജീവിക്കുക, ആ ജീവിക്കാനുള്ളത്